എന്താണ് ഓണചിത്രത്തിന്റെ വിശേഷം എന്ന് പറയുക? അലിഭായിലെ ആ കഥാപാത്രം എങ്ങനെയുണ്ട്? അലിഭായിലെ ഒരു മാർക്കറ്റിലെ ബോയ് ആയിട്ടാണ്, ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അലിഭായ് മാർക്കറ്റിലെ ദാതയാണ്. അപ്പം അലിഭായിയുടെ കൂടെ എപ്പോഴും ഇങ്ങനെ അസിസ്റ്റന്റ് ദാതയാണോ? അസിസ്റ്റന്റ് ദാത മാർക്കറ്റിൽ ഒരു കുട്ടികളിൽ ഒരു ഇതാണ്. അത് ശരി. അപ്പം ഹീറോയുമായിട്ട് എപ്പോഴും മുട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലേ? ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഹീറോയുടെ മാർക്കറ്റില് മാർക്കറ്റിലെ സീനിലെല്ലാം കൂടെ ഉണ്ടാവും. എന്തായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള അഭിനയത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടൻ്റെ കൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല ഇത്രയും വലിയൊരു ഫേമസ് ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് സന്തോഷമുണ്ട്. എന്താ ഇപ്പോൾ താരമായതിനു ശേഷം ഓണത്തിന് വല്ല വ്യത്യാസം വന്നിട്ടുണ്ട്? ഇതിന് മുമ്പത്തെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? ഓണം അങ്ങനെ ഓണപ്പുടവ വാങ്ങിക്കുക, പലപ്പോഴൊക്കെ നാട്ടിൽ പോകാറുണ്ട് ചില ഓണത്തിനൊക്കെ. അവിടെ ഇങ്ങനെ അവിടുത്തെ സദ്യയൊക്കെ നല്ല രസമാണ് ഓണം. നല്ല രസമാണ് ഓണം. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരാറുണ്ടോ അച്ഛൻ? ചില ഓണത്തിന് പറ്റിക്കും. ആണോ? എന്താ എങ്ങനെയാ പറ്റിക്കുന്നത്? വായിച്ചു തരാൻ പറ്റിക്കും. അത് ശരി. അപ്പൊ ഓണത്തിന് ഓണപ്പടം ഉണ്ടാവില്ല? ഇല്ല. പക്ഷെ നാട്ടിലത്തെ അമ്മൂമ്മതൊക്കെ വാങ്ങിച്ചു തരും. അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവരും വാങ്ങിച്ചു തരും. അതുകൊണ്ടാ അച്ഛൻ പറ്റിക്കുന്നത് അല്ലേ? ഏതായാലും ഇത്രയധികം കിട്ടാനുണ്ട്, ഇനി എന്തിനാ ഞാനും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നത്? അതായിരിക്കും. ഇപ്പോ അച്ഛൻ ഇപ്പൊ സിനിമയിൽ അല്പം ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ ഓണത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പൊ ഓണക്കാലത്ത്? എപ്പോഴും ആഘോഷിക്കുന്ന പോലെ അങ്ങനെ കുറെ സദ്യയും ഓണപ്പുടവയും അങ്ങനെ ഒരു ഔട്ടിങ്ങും അതൊക്കെ പണ്ടത്തെ പോലെ തന്നെ. കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ കമ്പനി ഉണ്ട് എപ്പോഴും? ചില ദിവസം അവരെൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഞാൻ ഒരു വീട്ടിൽ പോകാറുണ്ട്. അവരടുത്ത് നല്ല ഫ്രണ്ട്സാണ്. ഓണത്തിന് എന്തെങ്കിലും പ്രത്യേക പരിപാടി ഇട്ടുണ്ടോ നിങ്ങൾ ഫ്രണ്ട്സ്? അവർക്കൊക്കെ വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും, കാരണം ഗണപതി ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു വലിയ ക്രെഡിറ്റ് ആയിരിക്കുമല്ലോ. ഓണത്തിന് സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ഓണത്തിൻ്റെ ഓണ പരീക്ഷയുടെ ലാസ്റ്റ് ഡേ കുറച്ച് സെലിബ്രേഷനൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പങ്കിടും. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളായിട്ടുള്ള ഒരു ആഘോഷം ഉണ്ടാകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഓണത്തെക്കുറിച്ച് ചെറിയൊരു ബോധമൊക്കെ ഉണ്ടായിക്കാണ്. കാരണം ഓണം ഉണ്ണുക എന്ന് പറയുന്നത് നമ്മുടെ അളക്കുന്ന ഒരു കണക്കാണ്, അത്ര ഓണം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അധികം ഓണം ഉണ്ണാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഓണത്തിൻ്റെ ഓർമ്മകൾ വല്ലതും ഉണ്ട്? കാരണം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ ഒരുപാട് ഓണക്കഥകൾ, ഓണക്കാലത്തെക്കുറിച്ചുള്ള ആ കാലത്തുണ്ടായിരുന്ന അച്ഛൻ്റെ കാലത്ത് ഓണം ആഘോഷിച്ചതിനെ കുറിച്ചൊക്കെ അച്ഛൻ പറയാറുണ്ടോ? അച്ഛൻ്റെ കാലത്ത് ഓണമെന്ന് വെച്ചാൽ ഇങ്ങനെ തിരുവാതിരയൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ അങ്ങനെ കുറെ പണ്ടത്തെ പിന്നെ അവർക്ക് ഓണപ്പുടവൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടെന്നൊക്കെ പറയും. പിന്നെ അച്ഛന് എന്തെന്ന് കുറെ അമ്മാവന്മാര് ഓണപ്പുടവ വാങ്ങിച്ചു കൊടുക്കാത്ത കുറെ കഥകളൊക്കെ വാങ്ങിച്ചു. ശരി, അച്ഛനെയും പറ്റിച്ചിട്ടുണ്ടല്ലോ അമ്മാവന്മാര്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറ്റിക്കുന്നത് പറ്റിപ്പിന്റെ ഒരു തുടർക്കഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓണക്കാലത്ത് വാസ്തവത്തിൽ അങ്ങനെ ഒരു പറ്റിപ്പിന്റെ കഥ വരുന്നില്ല, കാരണം പല ഭാഗങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കല്ലേ പല രീതിയിലുള്ള ഒരു ഇത്. അപ്പോൾ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ കഥകളാണ് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു താരം എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് ഒരു സെറ്റിൽ നിന്ന് പോകുന്നു, വേറൊരു സെറ്റിലേക്ക് പോകുന്നു, അവിടെയൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വല്ല പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവരുടെ തിരക്ക് വന്നതിന് ശേഷം അവരുടെ ഓണത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ ചിലവരൊക്കെ പറയും ഓണം നല്ല നല്ല രസം, നമ്മുടെ നാട്ടില് അങ്ങനെയാണ് പറ്റിയതാണ് എന്നൊക്കെ പറയാറുണ്ട്. അവരുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അവരുടെ നാട്ടില് കോഴിക്കോട് പോയപ്പോ സുധീഷനൊക്കെ പറയാറുണ്ട്. എന്ത് പറഞ്ഞു? കോഴിക്കോട് ഇങ്ങനെ നല്ല കുറച്ച് അച്ഛൻ്റെ വീട്ടിൽ കുറച്ച് ചിട്ടുകളൊക്കെ ഉണ്ട്. ഓണപ്പുടവയൊക്കെ അച്ഛൻ്റെ മോനും ഭാര്യക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? ശരി. ഇപ്പോൾ വിനോദയാത്രയിൽ അഭിനയിച്ച ആ ഒരു സമയത്ത്, വിനോദയാത്രയിൽ അഭിനയിച്ചപ്പോഴാണല്ലോ ശരിക്കും പറഞ്ഞ ഒരു താരമായത്. അതിന് മുമ്പ് സന്തോഷ് ശിവന്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ബിഫോർ ദി റെയിൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇവിടെ നിന്ന് അധികം ആൾക്കാർ കണ്ടിട്ടില്ല. പക്ഷെ അന്നേ ഗണപതി കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു, സീരിയലിലൊക്കെ വന്നിരുന്നു ആ സമയത്ത് തന്നെ സീരിയലിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ ഇതില് വിനോദയാത്രയിൽ അഭിനയിച്ചതിന് ശേഷം ആൾക്കാർ കാണുമ്പോൾ എന്താ ആ ഒരു വ്യത്യാസം എന്താ? ഗണപതി സ്വന്തം പേര് ഗണപതിയാണെന്നൊക്കെ ആൾക്കാർക്ക് അറിയായിരുന്നു? ഇല്ല, ഒട്ടുമിക്കവർക്കും അറിഞ്ഞൂടായിരുന്നു. സത്യ സാറാണ് ഈ പേര് സെലക്ട് ചെയ്തത്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇങ്ങനെ ആ ക്യാരക്ടർ അഭിനയിച്ചു വന്നപ്പോഴാണ് ഈ പേര് അതിന് യോജിച്ചൊരു പേരാണെന്ന് മനസ്സിലായത്. പിന്നെ
ആൾക്കാർ അറിയാൻ തുടങ്ങിയത് വിനോദയാത്രയിലാണ് കുറച്ചും കൂടെ ഫേമസ് ആയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, അലീബായുടെ കാര്യം പറഞ്ഞ ഇത്രയും പ്രശസ്തരായ നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അവിടെ ഇതുമാതിരി തന്നെ ഈ ഇന്നസെന്റ് ചേട്ടൻ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണല്ലോ അഭിനയിച്ചത്. എങ്ങനെയായിരുന്നു ഇന്നസെന്റ് ചേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു ഇത്? കാരണം നിങ്ങളുടെ ആ കഥാപാത്രം വളരെ മാനസികമായിട്ട് അടുപ്പുള്ളൊരു കഥാപാത്രം ആണല്ലോ. ഇത് എങ്ങനെയായിരുന്നു സെറ്റിൽ? എങ്ങനെയായിരുന്നു അദ്ദേഹം? ഇന്നസെന്റിന്റെ വളരെ ഇന്നസെന്റ് ആണ്. പിന്നെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് മറ്റേ പണ്ടത്തെ വിനോദയാത്രയുടെ സിനിമയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. വിനോദയാത്രയിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നു, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഈ മറ്റേ സീൻ കണ്ടായിരുന്നു വിനോദയാത്രയിലെ. എപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ സീൻ ആ സീൻ എന്തായിരുന്നു, ഇനി സോഡ കുപ്പി കൊണ്ടുവന്ന സീൻ അതെന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആണല്ലേ. അല്ല, അതിൽ കുറച്ച് ഹാസ്യം കൂടെ കലർന്നിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം സഹായിച്ചിരുന്നോ? പാലും പഴവും പഠിപ്പിച്ചത് തന്നെ ഇന്നസെന്റ് ആയിരുന്നു. പാട്ട് പഠിപ്പിച്ചത് തന്നെ അല്ലേ? അങ്ങനെ പാലും പഴവും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോമഡികളൊക്കെ പറയാറുണ്ട്. അവരിങ്ങനെ കസേരയിലിരിക്കും, ഞാനും കൂടെ ഇന്ന് കേൾക്കാറുണ്ട്. ശരി. ഇതിപ്പോ വീട്ടില് ചേട്ടനും അല്പം അഭിനയിക്കാനൊക്കെ കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു, കലാരംഗത്തൊക്കെ അല്പം താല്പര്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുജൻ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ചേട്ടൻ എങ്ങനെ അസൂയുണ്ടോ? അപ്പോ ഇല്ല, അതിനകത്ത് താല്പര്യമൊന്നുമില്ല അഭിനയിക്കാൻ. എന്നാലും കുറച്ച് സീരിയൽസിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു. അസൂയൊന്നുമില്ല. ശരി. ഓണക്കാലത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? എവിടേക്കാനും യാത്ര, നാട്ടിൽ പോകാൻ? ഇനിയിപ്പോൾ തനിച്ചൊക്കെ നാട്ടിൽ പോകാമല്ലോ, അപ്പം അച്ഛനും എല്ലാവരും കൂട്ടിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിലൊക്കെ പോയി ഒന്ന് ഷൈൻ ചെയ്യാനുള്ള വല്ല പദ്ധതിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്തു. ഞാൻ നാട്ടിൽ പോയിട്ടാണ് വിനോദയാത്ര കണ്ടത്. പടം കണ്ടത് അവിടെ പോയിട്ടാണ്? അത് ശരി ശരി ശരി. അത് ശരിക്കും ഷൈനിപ്പായിരുന്നു അല്ലേ? കാരണം തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ ആ നാട്ടുകാർക്ക് കുറെ കാലമായിട്ട് അവിടെ ഇല്ലാത്ത ഒരാളാണ്, നമ്മുടെ നാട്ടുകാരനാണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നില്ല. വിനോദയാത്ര കണ്ടിറങ്ങുമ്പോൾ കൂടെ നമ്മുടെ താരത്തിന്റെ കൂടെ കണ്ടിറങ്ങി എന്ന് പറയുന്ന ഒരു ഇത്. ഇപ്പൊ ഏതാ സിനിമയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആയുർവേഗ എന്ന് പറഞ്ഞൊരു ഫിലിം, പുതിയൊരു ഡയറക്ടറാണ്. ശരി. ശ്രീനിവാസൻ അങ്കിളാണ് നായകൻ. ഞാൻ ശ്രീനിവാസന്റെ മകൻ. ശ്രീനിവാസന്റെ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നൂർവശി. ഓ, അത് ശരി. എങ്ങനത്തെ ടൈപ്പ് ഒരു കഥാപാത്രം? ഒരു സാഹിത്യകാരൻ, കഥയൊക്കെ എഴുതും, ഭയങ്കര ചിന്താലോചന, ഭയങ്കര സാഹിത്യകാരനായിട്ടുള്ള, നല്ല മലയാളമൊക്കെ അറിയാവുന്ന ഒരു ഭാഗത്തുള്ള ആളാണ്. തീർച്ചയായും ഒന്നും അറിയില്ല. ഓ ശരി. പക്ഷെ ഗണപതി അതുമാതിരി എന്തൊക്കെ എഴുതാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ചെറിയ കവിതകളൊക്കെ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ചുമ്മാ ബോറടിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ എഴുതും. അത് ശരി. പലപ്പോഴും ഇങ്ങനെ സ്വന്തം പേര് കഥാപാത്രമായിട്ട് വരുന്നു, അല്പം ആത്മകഥ അംശമുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നു. ഓണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കവിത എന്തെങ്കിലും മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടോ? ഓണത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ ഓണത്തെക്കുറിച്ച് എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഇങ്ങനെ ഈ സദ്യവട്ടം, പിന്നെ ഗണപതി അല്ലേ? ഗണപതി അതേ സ്വഭാവം തന്നെ. തിന്നുന്ന കാര്യത്തെ കുറിച്ച് 2-3 പ്രാവശ്യം പറഞ്ഞു സദ്യയാണ്. പിന്നെ നാട്ടിലാണ് ഞാൻ മിക്ക ഓണത്തിനുണ്ടാവാറുള്ളത്. പിന്നെ നാട്ടില് ഓർമ്മകൾ മാത്രമാണ്. നാട്ടിൽ ആഘോഷിക്കാനാണോ ഇവിടെ ആഘോഷിക്കാനാണോ ഇഷ്ടം കൂടുതൽ? തിരുവനന്തപുരത്ത് ആഘോഷിക്കാനാണോ? നാട്ടിൽ ആഘോഷിക്കാനാണ്. എന്താ അവിടെ പ്രത്യേകത എന്താ? ഇവിടെയല്ലേ കൂട്ടുകാരൊക്കെ? ഇവിടെയല്ലേ ഏറ്റവും കൂടുതൽ? കൂട്ടുകാർ ഇവിടെയാണെങ്കിൽ എന്താ, അവിടെയാണ് എൻ്റെ ഫുൾ ഫാമിലി, എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മായി, അമ്മാവൻ, ഇളയമ്മായി, അങ്ങനെ കുറെ എല്ലാവരും ഉണ്ട് അവിടെ. വലിയൊരു ഒരു കുടുംബ സദസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഇതേ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ വേറെ ഉണ്ടാവും? അവരുടെ അമ്മായിയുടെ മക്കളൊക്കെ? ഇളയമ്മയുടെ 2 മക്കളുണ്ട്, സിദ്ധു, ഗൗതം. പിന്നെ മൂത്തമ്മാവൻ്റെ, അത് അമ്മയുടെ ചേട്ടൻ്റെ മകനുണ്ട്, അഭിജിത്ത് എന്ന്. പിന്നെ ഇളയമ്മൻ്റെ മോളുണ്ട്, 2 മോള്, തുമ്പി, പാറ്. ഓ, അത് ശരി. ഒക്കെ നല്ല പ്രത്യേകതയുള്ള പേരുകൾ അതിൽ നിങ്ങളുടെ വീട്ടിൽ. തുമ്പി. അവർ ചോദിക്കാറുണ്ടോ എങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കാറുണ്ടോ? അവര് അങ്ങനെ ചോദിക്കാറുണ്ട്. അവര് സിദ്ധു, ഗൗതം ഇപ്പൊ ഒരു സിനിമ, ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചു, ഈ പുഴയും കടന്നെന്ന് പറഞ്ഞൊരു ഫിലിം, കലവൂർ രവികുമാറിന്റെ. ഓ, ശരി. അവന് ഈ സീരിയലൊക്കെ ഉണ്ണിയാർച്ചയിൽ ചന്തുവായിട്ട് അഭിനയിച്ചു. പിന്നെ മറ്റേ സിദ്ധു എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ ചില ഡോക്യുമെന്റ്സിൽ, അച്ഛൻ്റെ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ചില പരസ്യത്തിൽ ഉണ്ടായിരുന്നു, അഡ്വർടൈസ്മെന്റൊക്കെ ഉണ്ട്. ഓ, ശരി. മൊത്തം കുടുംബം കലാകുടുംബമാണ് അല്ലേ? പിന്നെ
അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. പിന്നെ സീരിയലിൽ ഉണ്ണിയാർച്ചയിലുണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പോൾ അവിടെ പോയാൽ സിനിമാക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു ഇതെല്ലാം തോന്നുന്നില്ല, അത്ര വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ അത്ര വലിയൊരു വെയിറ്റ് ഒന്നും കിട്ടില്ല തോന്നുന്നില്ല. കാരണം സിനിമാക്കാരുടെ കുടുംബ സദസ്സിൽ മാത്രം എല്ലാവർക്കും അറിയാം, പക്ഷെ വെളിയിൽ നാട്ടിൽ വെയിറ്റ് ഇട്ട് വെക്കും. അതാണല്ലോ ഓണത്തിന്റെ ഒരു പ്രധാന ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ്, താരമായതിനു ശേഷമുള്ള ഓണത്തിന്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദം ആരൊക്കെയായിട്ടാണ്? സിനിമയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലല്ലോ സിനിമാ രംഗത്ത്. സിനിമാ രംഗത്ത് സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ സുധീഷ്, കൊച്ചിൻ അനീഫ, അവരുടെ സൗഹൃദം. അത് ശരി. അതെന്താ അല്പം അങ്ങനത്തെ ഒരു ഇപ്പോൾ സുധീഷിൻ്റെ കാര്യം മാത്രം, സുധീഷും അല്പം ഹ്യൂമറൊക്കെ ചെയ്യുന്ന ആളാണ്, എന്നാലും മറ്റുള്ളവരെല്ലാം ഒരു ഹാസ്യത്തിൻ്റെ ഇതുള്ള ആൾക്കാരാണല്ലോ. എന്താണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലൈൻ? അത് ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എന്താണ് സുധീഷ് തന്നെ മറ്റേ മൺചിത്രത്താഴിൽ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കിണ്ടി. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സ്ലാങ്ങും പിന്നെ കോമഡി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊച്ചിൻ കൂടെ അങ്ങനെ ഫ്രണ്ട് ആയതാണ്. ഓഹോ, അങ്കിളോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണോ? എന്താണ് ഇവരുടെ അടുത്ത് കിട്ടുന്ന അഡ്വൈസ്, ഉപദേശം എന്താ കിട്ടാറുള്ളത്? എന്തായാലും ഒരു വളർന്നു വരുന്ന നടന്ന് പറയുമ്പോൾ ഒരു പഠിത്തം അതിന്റെ വഴിക്ക് കൊണ്ടുപോകണം, അഭിനയം മാത്രം പോലെ പഠിത്ത വഴി അതിന്റെ വഴിക്ക് കൊണ്ടുപോകണം. സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന വീട്ടിൽ പോടാ വേലയെന്ന് മതി അഭിനയിച്ച വീട്ടിൽ പോടാ വേല നടന്നു. അത്യാവശ്യം നല്ല മാർക്കുണ്ടോ? ഉണ്ട്. ഇപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും റോള് കിട്ടിയാൽ എന്താ ചെയ്യുക? ആ സമയത്ത് എന്തെങ്കിലും ഷൂട്ടിംഗ് വന്നാൽ എന്താ ചെയ്യുക? വേണ്ടാന്ന് വെക്കാറുണ്ട്. എത്ര നല്ല കഥാപാത്രമായിരുന്നാലും ശരി, വേണ്ടാന്ന് വെക്കുകയാണ് പതിവ്. എഴുത്ത് തുടരുന്നുണ്ടോ? എഴുത്ത് ഇല്ല, അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം എഴുത്ത് വരുന്നില്ലേ? എഴുത്ത് ഇങ്ങനെ നോക്കാറൊന്നുമില്ല, അല്ലെങ്ങനെ ചിലപ്പോ മനസ്സിൽ വന്ന് ചെറുതായിട്ട് കുത്തിക്കുറിക്കാറുണ്ട് അല്ലേ? അതൊക്കെ അച്ഛനെ കാണിക്കാറുണ്ടോ? അച്ഛനും കാണിക്കാറുണ്ട്. എന്താ പറയാ? ചിരിക്കാറുണ്ട്. വെറുതെ ചിരിക്കുക. ചിരി എന്ത് ചിരിയാ ചിരിക്കാനോ? പരിഹസിച്ച് ചിരിക്കുകയാണോ? സന്തോഷത്തിൽ ചിരിക്കുകയാണോ? ആണോ? പിന്നെ പറഞ്ഞു തരാറുണ്ടോ അതൊക്കെ? ഇനി എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് വല്ലതും പറയാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അഭിനയ രംഗത്ത് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കഥകൾ ഇപ്പോൾ അത്യാവശ്യം എഴുതുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് അച്ഛനതുപോലെ സാഹിത്യ രംഗമായിട്ടും സിനിമയുമായിട്ടും ഇതൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ആളാണ്. സിനിമയെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? എനിക്ക് എന്തൊരു കഥാപാത്രം ചെയ്യണം എന്ന് പറയുന്ന രീതിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും? വില്ലനായിട്ടൊരു കഥാപാത്രം ചെയ്യണം. എൻ്റെ അമ്മോ, ഇപ്പൊ തന്നെയോ? ഇപ്പൊ ഈ പ്രായത്തിലാണോ അതോ വലുതാകുമ്പോഴാണോ? ചെറിയ വില്ലൻ. അത് ശരിയാ, ആള് പൊതുവെ ഒരു കൊച്ചു വില്ലനാണ്. അപ്പോ എന്താ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താ അത്ര വലിയ താല്പര്യം? കാരണം വില്ലന്മാർ ദുഷ്ടന്മാരല്ലേ? എന്താ സംഭവം? അങ്ങനെ പല പല ക്യാരക്ടർ. ഇപ്പൊ ഒരു വിനോദയാത്ര നല്ലൊരു ക്യാരക്ടറാണ്, പക്ഷെ വില്ലനായിട്ട് അഭിനയിക്കണം എന്നൊരു താല്പര്യം. ആണോ? എന്താ അങ്ങനെ? ഇപ്പൊ ഈ ശരീരമൊക്കെ വെച്ച് വില്ലനായാൽ എങ്ങനെയാ? കുട്ടികളുടെ ഇടയിൽ ഒരു വില്ലൻ അല്ലേ? കുട്ടികളുടെ ഇടയിൽ ഒരു വില്ലനായിട്ട്. അപ്പൊ ആൾക്കാർക്ക് ദേഷ്യം വരുന്നൊന്നും തോന്നിയിട്ടില്ലേ മനസ്സിൽ? ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടാൽ ഇത് വില്ലനായിട്ടൊക്കെ അഭിനയിച്ച ആൾക്കാർക്ക് അറിയില്ലേ? ആണോ? എങ്ങനെയാണോ? എന്റെ ചേട്ടൻ ഒരു സീരിയൽ അഭിനയിക്കുമ്പം ഒരു കുട്ടി ഇങ്ങനെ കഴുത്ത് വില്ലനായിട്ടായിരുന്നു ആദ്യം വില്ലൻ, പിന്നെ നല്ലവനാണ്. ആദ്യം ഈ ചേട്ടൻ ഒരു കുട്ടിയുടെ കഴുത്ത് ഇങ്ങനെ എനിക്ക് കൊല്ലാൻ നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു വെല്ലുമുണ്ട്. അപ്പോൾ പറയും വിളിച്ചിട്ട് നീ എന്തിനാ കുട്ടിയുടെ കഴുത്ത് പിടിച്ചത്? അത് ശരി. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ പിന്നെ വില്ലനായ ചെറിയ പ്രശ്നമുണ്ട് വാസ്തവത്തിൽ അല്ലേ? എന്തിനാണ് ഇങ്ങനത്തെ വേഷം കെട്ടാൻ പോകുന്നത് ഒരു ചോദ്യം തീർച്ചയായിട്ടും വരും. ഓക്കെ, എന്തായാലും സിനിമാ രംഗത്ത് വളരെയധികം ഇങ്ങനെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓണം, ഇടയ്ക്ക് വന്ന ഒരു ഓണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല, കാരണം ഇത് അഭിനയം മാത്രമല്ലല്ലോ, ഡബ്ബിംഗ് ഉണ്ട് അല്ലേ? ഡബ്ബിംഗ് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡബ്ബിംഗ് ചെയ്യാണ്ട് സ്റ്റുഡിയോയിലും എല്ലാ സ്റ്റുഡിയോസും ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ വിളിക്കുന്ന ആൾക്കാർ, സിനിമയിലേക്ക് വിളിക്കുന്ന ആൾക്കാരും ഇവിടെയാണ്. അപ്പോൾ ഈ ഓണത്തിന് നാട്ടിൽ പോക്ക് എങ്ങനെയാണ്? ഈ ഓണത്തിന് ചിലപ്പോൾ നാട്ടിൽ പോവില്ല. നാട്ടിൽ പോകുന്നില്ല.
അപ്പോൾ ഓണം ഇവിടെ തന്നെ ഇവിടെ തന്നെ ആഘോഷിക്കാം. ആഘോഷിക്കാൻ തീരുമാനിച്ചു. അത് ശരി. അപ്പോൾ ഓണത്തിൽ മാറ്റം വന്നു തുടങ്ങിയെന്ന് അർത്ഥം അല്ലേ? താരത്തിൻ്റെ ഓണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു സൂചന. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു സ്വപ്നമാണ് ഗണപതി കൊണ്ടു നടക്കുന്നത്. അത് ഒരു പക്ഷേ അഭിനയത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം വില്ലൻ ആവണമെന്ന് ചെറിയ കുട്ടികൾ പറയുന്നത് അധികം കേട്ടിട്ടില്ല. ഒരു വലിയ വലിയ സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയാറുള്ളത്. വില്ലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു ബാലതാരം ഗണപതിയാണെന്ന് തോന്നുന്നു. അഭിനയം വളരെ കാര്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് വളരെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഓണ ഓർമ്മകൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഗണപതി.